നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവള് നിങ്ങളെപ്പോലെ പിച്ചച്ചട്ടിയുമായിട്ട് പിറന്നവളല്ല, സ്വർണ്ണക്കരണ്ടിയുമായിട്ട് പിറന്നവളാ. എന്റെ കൂടപ്പറപ്പിന്റെ മോളാ. അവളെ ഞാൻ കൊണ്ടുപോവാൻ പോവാ. ബന്ധുക്കളെല്ലാം വിളിച്ചുള്ള വിരുന്ന് സൽക്കാരാണല്ലേ? രാഖി കേറിയിരിക്കെ. പുതിയ ചെറുക്കനും പെണ്ണും എങ്ങോട്ടോ പോകുന്ന കണ്ടല്ലോ. അവരത്യാവശ്യമായിട്ട് അവരെവിടെയോ എങ്ങോട്ടോ പൊയ്ക്കോട്ടെ. ഏതായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ജാതക ദോഷം കാരണം കല്യാണം മുടങ്ങി മുടങ്ങി നിന്ന വന്ദനയ്ക്ക് ഒരു കൂട്ട് കിട്ടിയല്ലോ. അല്ലെങ്കിൽ തന്നെ നാട്ടിലൊക്കെ വന്ദനയും ജഗനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരുതരം അർത്ഥം വെച്ച സംസാരമായിരുന്നു. എന്റെ ചെവിയിലും കേട്ടിരുന്നു ചിലതൊക്കെ. രാജീവേട്ടൻ കെട്ടാനിരുന്ന പെണ്ണായതുകൊണ്ട് എനിക്കും അത് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. രാഖിക്ക് ഞാൻ ചായ എടുക്കാം. വേണ്ട ചന്ദ്രികാമ്മേ, ഒന്നും വേണ്ട. ഞാനിപ്പോ വന്നത് ഒരു സന്തോഷമുള്ള കാര്യം പറയാനാ. വന്ദനം മറ്റൊരാളെ കല്യാണം കഴിച്ചു. ഇപ്പോ അയാളുടെ വീട്ടിലാണല്ലോ താമസം. ദിയമോള് ഈ വീട്ടിലും. സ്വന്തം സുഖം നോക്കിപ്പോയ വന്ദനയ്ക്ക് ഇനി അങ്ങോട്ട് ദിയമോള് ബാധ്യതയാകും. ഇപ്പൊ പുറത്ത് കാണിച്ചില്ലേലും അവളൊരു കുഞ്ഞിനെ പെറ്റു കഴിയുമ്പോ അതാ പിന്നെ അവളുടെ കുഞ്ഞ്. ജീവിതം ഒരുപാട് കണ്ടവരല്ലേ മാധവൻ ചന്ദ്രിക ദമ്പതികൾ. എന്താ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുള്ളതായി തോന്നുന്നുണ്ടോ? രാഖി പറയുന്ന പോലൊന്നും അല്ല കാര്യങ്ങള്. പിന്നെ ഓ, വയസ്സാം കാലത്ത് കുഴമ്പും തൈലവും തേച്ചു തരാൻ ഒരു ജോലിക്കാരി പെണ്ണായിട്ട് നിന്നോട്ടെന്നോ? അയ്യോ, അവള് നിങ്ങളെപ്പോലെ പിച്ചച്ചട്ടിയുമായിട്ട് പിറന്നവളല്ല, സ്വർണ്ണക്കരണ്ടിയുമായിട്ട് പിറന്നവളാ. എന്റെ കൂടപ്പറപ്പിന്റെ മോളാ. അവളെ ഞാൻ കൊണ്ടുപോവാൻ പോവാ. ആ അയ്യോ, അയ്യോ മാധവേട്ട. തീമോള് വാ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. വേണ്ട, ഞാൻ വരില്ല. എനിക്ക് രാജ്യാന്റെ ഇഷ്ടമില്ല. അച്ചച്ച എന്നെ വിട്ടുകൊടുക്കല്ലേ അച്ചച്ച. മോളെ വാടി ഇങ്ങോട്ട്. രാഖി കൈ എടുക്ക്. രാഖി വേണ്ട. വേണ്ട. രാഖി ഇവിടുന്ന് പോവാൻ നോക്ക്. ഈ വീട്ടിൽ നിന്ന് ദിയമോളെ കൊണ്ടുപോകാന്ന് വിചാരിച്ചാ അത് നടക്കില്ല.
രാഖി കൊണ്ടുപോവാൻ തന്നെയാ വന്നിട്ടുള്ളത്. ആ പിടിച്ചെടുത്ത് വണ്ടി കേറ്റ്. ഏ? ആ. മധുവേട്ടാ, മോളെ ഏയ്, വിടറോ അവളെ തൊട്ടു പോരുത്. വാങ്ങിയോട്. എന്നാടാ അച്ചച്ച 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 എന്നെ കൊണ്ടുപോലെന്ന് പറ. ഈശ്വര, മധുവേട്ടാ, നമ്മുടെ ദേഹമുള്ള അച്ഛാ, ആ മോളെ നിങ്ങൾ വീട്ടിലെത്തിയോ? ഇല്ല അച്ഛാ, പോകുന്ന വഴിയാ. എന്താ അച്ഛാ? ആ, മോളെ മോളെ അവര് പിടിച്ചോണ്ട് പോയി. അച്ഛാ, ദീമോളെ പിടിച്ചോണ്ട് പോയെന്നോ? ആര്? എങ്ങോട്ടാ കൊണ്ടുപോയത്? അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല മോളെ. ഇതാ ഇപ്പൊ ഇവിടുന്ന് പോയതേ ഉള്ളൂ. വയസ്സായ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? ശരി അച്ഛാ, കാര്യങ്ങൾ ഏതാണ്ട് എനിക്ക് മനസ്സിലായി. അച്ഛൻ ഫോൺ വെക്ക്, ഞാൻ വിളിച്ചോളാം. ആ ശരി മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.